ഡിവോഴ്സ്, വിവാഹമോചനം. വളരെ പ്രയാസമുള്ളൊരു ടോപ്പിക്കാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ ഹോളി സ്പിരിറ്റിൻ്റെ സ്നേഹത്തിൽ കേൾക്കണം. കർത്താവിൻ്റെ ഹിതം മാത്രം വിളിച്ചു പറയുകയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ തീരുമാനങ്ങൾ മാറ്റിയെടുത്തെന്നിരിക്കും. അതൊന്നുമല്ല ഞാനിപ്പം പറയുന്നത്. വേദപുസ്തക അടിസ്ഥാനത്തിൽ പിതാവാം ദൈവവും പുത്രനും പരിശുദ്ധാത്മാവിനും നിയോഗിച്ച ആ വിശുദ്ധ കുടുംബജീവിതം നശിപ്പിക്കാൻ നമ്മളൊരു മുഖാന്തരമാകാതിരിക്കാൻ വേണ്ടി ദൈവത്തോടൊരു ഉടമ്പടി എടുക്കാം. ബാക്കിയെല്ലാം ദൈവം ചെയ്യട്ടെ. ചിലത് മാറിപ്പോയെങ്കിൽ അത് ദൈവം റെക്ടിഫൈ ചെയ്യട്ടെ, അല്ലെങ്കിൽ കർത്താവ് അത് അനുഗ്രഹിക്കട്ടെ. അത് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷെ ഞാൻ ചില ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് മാത്രം വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളത് പറയുകയാണ്, അത് വായിപ്പിക്കാനും. ഇൻ ക്രിസ്ത്യാനിറ്റി, ഡിവോഴ്സ് ഈസ് ജനറലി ഡിസ്കറേജ്ഡ് ആൻഡ് കൺസിഡേർഡ് എ വയലേഷൻ ഓഫ് ദ സാങ്ക്ടിറ്റി ഓഫ് മാരേജ്. വിവാഹം ഒരു വിശുദ്ധ കൂദാശയാണ്. അതിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ എൻകറേജ് ചെയ്യുന്നില്ല. രണ്ട് വ്യക്തികൾ ആദവും ഹവ്വയും ഒന്നിച്ചായിരുന്നത് പോലെ ഏദൻ തോട്ടത്തിലായിരുന്ന സ്റ്റേജിൽ അവർ, അതുകൊണ്ടാണ് പാട്ടുകൾ നമ്മുടെ സഭകളിലൊക്കെ മെയിൻ ലൈൻ ചർച്ചിലെ പാട്ടുകൾ കേട്ടാൽ അവർ ഏദൻ തോട്ടത്തിൽ കൊണ്ടുചെന്ന് ഇരുത്തി കല്യാണം കഴിപ്പിക്കുന്ന പോലെ ചെയ്യുന്ന റീസൺ അതാണ്. ദർ ഇസ് ഡിവിനിറ്റി ഇൻ ഇറ്റ്. ഒരു വിശുദ്ധി ഇതിനകത്തുണ്ട്, ഒരു ദൈവത്വം ഇതിനകത്തുണ്ട്. അത് ചെറിയ കാര്യമല്ല. അത് ദൈവം അതിന് പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ നമ്മളും അതിന് വില കൊടുക്കണം. അത്രയേ ഉള്ളൂ. കർത്താവ് എത്രമാത്രം വില ഒരു കാര്യത്തിന് കൊടുക്കുന്നു. അത് നമ്മളിപ്പോൾ ഒരു വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ സേഫിനകത്ത് സൂക്ഷിച്ചു വെക്കും. എൻ്റെ ഭാര്യ എനിക്കൊരു ഡയമണ്ടായിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ ഞാൻ അവളെ സൂക്ഷിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവ് ഡയമണ്ട് ആണെങ്കിൽ അവനെ സൂക്ഷിക്കണം. അവൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ചിലത് പൂർത്തീകരിക്കാൻ ഈ പെൺകുട്ടിയുടെ അല്ലെ ഭാര്യയുടെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ ചുമതലയെങ്കിൽ അത് ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം കുടുംബം ഒന്നായിട്ട് നിന്നിട്ട് അതിൻ്റെ അടിയിൽ മക്കൾ നിൽക്കുമ്പം ചിൽഡ്രൻ ആർ സേഫ് അണ്ടർ ദാറ്റ്. അങ്ങനെ പല കുടുംബങ്ങളിലും വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പം ഞാൻ കാണുന്നു, ഒരു മക്കൾക്ക് വേണ്ടി അവർ ഒന്നിച്ച് നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ പ്രായമാകുമ്പം തന്നെ മാറി താമസിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതൊന്നും ദൈവത്തിൻ്റെ അല്ല. അപ്പം നമ്മളോട് ദൈവം പറയുന്നത്, മാരേജ് ഫോർ ക്രിസ്ത്യൻസ് ബേസ്ഡ് ഓൺ ഗോഡ്ലി പ്രിൻസിപ്പിൾസ് ഈസ് എ കവനൻറ്റ് ആൻഡ് നോട്ട് കോൺട്രാക്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. Genesis 2:24. For this reason a man will leave his father and mother and be united to the wife and they will become one flesh. അതായത് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിട്ട് ഫോർ ദിസ് റീസൺ ദൈവം പറയുന്നു ഒരപ്പനെ അമ്മയും മാറിവെച്ച് പുരുഷനും സ്ത്രീയും ഒന്നിട്ട് വേറെ കുടുംബജീവിതം തുടങ്ങണം. അപ്പം നമ്മൾ ഒരു കൂടാരത്തിനകത്ത് ഇവരെ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ വന്നാൽ മതി. ഇഫ് യു ആർ കേപ്പബിൾ ഡൂ ദാറ്റ്. ഒന്നിച്ച് താമസിക്കാൻ നോക്കുമെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്നത് അപ്പനും അമ്മയും മാറി നിൽക്കട്ടെ, ഭാര്യ ഭർത്താവ്. എ മാൻ ഷുഡ് ക്ലീവ്. അതായത് അപ്പനെ അമ്മയും മാറിയേച്ച് ഭാര്യയോട് ചേരണം. ഭാര്യ അങ്ങനെ തന്നെ തിരിച്ചു വരുമ്പോൾ സ്വന്തം വീടുമായിട്ടുള്ളത് അവരുടെ പൂർവ്വന്മാരുടെ കുടുംബത്തെ മറന്നിട്ട് തിരിച്ചു വരണം എന്നാണ് സോങ് ഓഫ് സോങ്സിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ രണ്ട് സൈഡിലും ഒരു ക്ലീവിങ് മീൻസ് സെപ്പറേറ്റിംഗ് ഫ്രം ദി ഓൾഡ് പാറ്റേൺ ഓഫ് ലൈഫ് ആൻഡ് ക്ലീവിങ് ടുഗദർ ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ബിക്കോസ് നിങ്ങൾക്കൊരു പുതിയ കുടുംബജീവിതം തുടങ്ങാൻ നിൽക്കുന്നു. അതിന് ആരും തടസ്സമാകാൻ, സ്വന്തം അപ്പനും അമ്മയും തടസ്സമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ആരെങ്കിലും പറയുന്നതേ ഉള്ളൂ. ആരെങ്കിലും അങ്ങനെ മക്കളെ പിടിച്ചു വെക്കുന്നെങ്കിൽ അത് തെറ്റാണ്. നമ്മളിൽ ആ കുറവുണ്ടെങ്കിൽ അത് അഴിഞ്ഞു പോകണം, പോയേക്കത്തുള്ളൂ. ഉൽപ്പത്തി 2:15 പറയുന്നു, ഗോഡ് മെയ്ഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്, ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അത് ദൈവം നമ്മളെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചപ്പം തൃത്വത്തിൻ്റെ അതേ ഒരു ഛായ നമ്മളിൽ വരികയാണ്. പിതാവ് ഇത്ര അവരിത്ര സ്നേഹമായിട്ടാണ് കഴിയുന്നത്. അവർക്ക് ഡിവിഷൻ ഇല്ലല്ലോ. അവരിന്നും ലോകത്തിൽ ഭരിക്കുകയല്ലേ, സ്വർഗത്തിൽ ഭരിക്കുന്നു. പാതാളവും ദൈവത്തിൻ്റെ അടിമത്വത്തിൽ തന്നെ, അല്ലാതെ അവർക്കൊന്നും ചെയ്യാനും നോക്കത്തില്ല. അപ്പോൾ ഈ ദൈവം തൃത്വം ഒന്നിച്ച് നിൽക്കുന്നത് പോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കാൻ ദൈവം അയക്കുന്നു. നമുക്ക് 3 ഘടകമുണ്ട്: ആത്മാവ്, ദേഹം, ദേഹി. ഏറ്റവും കൂടുതൽ പ്രശ്നം ഈ ദേഹീ തലത്തിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് പാപത്തിൻ്റെ എഫക്റ്റ്. അതിനാൽ നമ്മുടെ ജഡസുഖത്തിന് വേണ്ടി പോകുമ്പം നമ്മൾ മറ്റൊരാളുടെ സന്തോഷം മറക്കുകയാണ്. നമുക്കൊരു കാര്യം പിന്നെ നന്മ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലർ ജോലിക്കങ്ങ് ജോലി തന്നെ. പക്ഷേ ഈ സമയത്ത് ഭാര്യയ്ക്ക് അറ്റൻഷൻ കിട്ടിയില്ലേ, ഷീ തിങ്സ് ഡിഫറെൻ്റ്ലി. പഴയ കാലമല്ലല്ലോ. സോ ദ ഹോൾ തിങ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇങ്ങോട്ട് വന്നിട്ട് വെറുതെ ഇല്ലാത്ത നുണകളെല്ലാം
യോഹന്നാൻ്റെ സുവിശേഷം 8:44 പറയുന്നത് പോലെ പിശാച് നുണയൻ്റെ അപ്പൻ, അവൻ നുണ മാത്രമല്ലേ പറയൂന്ന് പറഞ്ഞിട്ട് നുണകളെല്ലാം കൂടെ ഒന്നിൻ്റെ പുറകെ കയറിയിട്ട് രണ്ടുപേർക്കും പിന്നെ ആ പഴയ സ്നേഹം മാറിയിട്ട് വിദ്വേഷമായി മാറുക. ദൈവം ഉദ്ദേശിച്ചാണ്? അല്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് വീണ്ടും ഒന്നിച്ച് നിൽക്കണമെന്ന് ദൈവം നിഷ്കർഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് റിവ്യൂ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. അപ്പം മനുഷ്യനെ ദൈവം ഈ ഡസ്റ്റിൽ നിന്ന്, പൊടിയിൽ നിന്ന് ഉണ്ടാക്കി വെച്ച് തൻ്റെ സ്വരൂപത്തിലിട്ട് ആത്മാവിനെ ഊതിക്കൊടുത്ത് ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവനിട്ട് കൊടുത്തത് ആ ആദത്തിനകത്ത് അവ്വ ഉണ്ടെന്ന് കണ്ടിട്ട് ആ അവ്വായെ ആദത്തിനെ എപ്പോഴും ദൈവം, ഇപ്പോഴും ദൈവം ഒന്നായിട്ട് കാണുന്നു. ഇവർ രണ്ടായിട്ട് കാണുന്നില്ല. ദൈവം നന്നായിട്ട് കാണും. ദൈവം ഇവരെ ഒന്നായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് മുൻപേ തീരുമാനിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം. പലപ്പോഴും മറ്റുള്ളവർ വേണ്ടി പ്രാർത്ഥിക്കും. വിവാഹ പ്രോബ്ലം കർത്താവിനോട് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ അവർ കല്യാണം കഴിച്ചത്, കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്ത് ചെയ്യണം പറ. എന്നോട് ചോദിക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചേച്ച് ഇപ്പം ചേരത്തില്ല. കീരിയും പാമ്പും കൂടെ വഴക്ക്. പാമ്പിടിച്ച പിള്ളേർ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നു. അപ്പോൾ ആദത്തിൻ്റെ അപ്പൻ ദൈവമായിരുന്നു. ആദം അത് മറന്നുപോയി. അവയുടെ അപ്പൻ ദൈവമായിരുന്നു, അവർ മറന്നുപോയി. പിന്നെ നമ്മളൊട്ടും വിശേഷമല്ല. അപ്പം ദൈവം ഈവെന്ന് പറയുന്ന ഈ സ്ത്രീയെ ആദത്തിൻ്റെ സെയിം ക്യാരക്ടറിനകത്തുനിന്ന് ചില ക്യാരക്ടർ എടുത്ത് മാറ്റി ഉണ്ടാക്കിയ ഈ വ്യക്തി ആദത്തിനെ സഹായിക്കാൻ കൂടിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് സൃഷ്ടി ചെയ്തത്. എൻ്റെ സുഖത്തിനെന്നുള്ളതല്ല. ഇവർ രണ്ടുപേരും കൂടെ ഒരുപോലെ ആത്മാവ് നിൽക്കുമ്പോൾ രണ്ടുപേർക്കും സുഖം വരികയാണ്. ഇവർ രണ്ടുപേരും ഉറച്ചു നിൽക്കുമ്പോൾ കുടുംബത്തിലെ മക്കൾക്ക് സുഖം വരികയാണ്. ഇവർ 3 പേരും, അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് നിന്നാൽ പിതാക്കന്മാർക്കും വലിയപ്പച്ചന്മാർക്കും ബാക്കിയുള്ളവർക്കും അതിൽ സന്തോഷം. അപ്പോൾ എവ്രിബഡി എൻജോയ്സ് ബൈ ഹാവിങ് എ ഗുഡ് ഫാമിലി ആൻഡ് എവ്രിബഡി ഈസ് ടോർമെൻറ്റഡ് വെൻ യു ആർ ഗോയിങ് ടോൺ അപ്പാർട്ട് ബൈ എ ഡിവോഴ്സ് ഓർ എ ഡിസഗ്രിമെൻറ്റ് ഓർ എ സെപ്പറേഷൻ. ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ എളുപ്പവഴിയാണ് വിവാഹം വേണ്ട. അതാണോ? അല്ലല്ലോ. അതാണോ ദൈവോദ്ദേശം? അല്ല. കർത്താവിനെ പരീക്ഷിച്ചിട്ട് കാര്യമുണ്ട്. ദൈവം നന്മയായിട്ട് എഴുതി വെച്ചത് അതായത് നമുക്കൊരു അതിവിശുദ്ധമായ ശുശ്രൂഷയിൽ കൂടെ ഒരു കുടുംബജീവിതം തന്നിട്ട് ആ ഗ്ലാസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദുഷ്ടൻ്റെ പ്രേരണയാൽ പൊട്ടിച്ചു കളഞ്ഞത്, ദൈവം തൻ്റെ കൃപ കൊണ്ട് പൊട്ടിച്ചത് വീണ്ടും ഉണ്ടാക്കിത്തരാൻ ആഗ്രഹിക്കുമ്പം വീണ്ടും വിനയപ്പെട്ട് വന്നാൽ അപ്പച്ചനത് ചെയ്തു തരും. ദൈവം അത് ചെയ്യും. സഭയ്ക്ക് വേണ്ടി ദൈവം അതാണ് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. എല്ലാ കറയും ചുളുക്കവും വിഷമവും പ്രശ്നവും പാപവും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി കർത്താവ് ക്രൂശിന്മേൽ കയറിയെങ്കിൽ ഒരു പുരുഷൻ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന അവ്വായെ സൂക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി കർത്താവിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കണം. പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുക എന്നും സ്ത്രീ പുരുഷനെ ബഹുമാനിക്കുക എന്നുമാണ് പറയുന്നത്. അത് ചില ഈ നൈജീരിയയിലൊക്കെയുള്ള ചില പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാർ നല്ലവണ്ണം വചനം പറയും. അപ്പോൾ അവർ പറയും, ഒരു സ്ത്രീ പറയുന്നു, ഒരു നല്ല കഴിവുള്ള ഒരു സ്ത്രീ, ഫോങ്കെ എന്നവരുടെ പേര്, ആ സ്ത്രീ അവരുടെ ഭർത്താവ് ബിഷപ്പാകുമെന്ന് അവർക്ക് ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തും. അന്ന് തൊട്ട് അവർ പറഞ്ഞു, എനിക്കിനി വേറൊരു ജോലിക്ക് ഞാൻ പോകുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ ആ പദവിയിലെത്തുന്നിടം വരെ കൂടെ നിന്ന് ഞാൻ പ്രവർത്തിക്കും. നൗ ഷീ ഈസ് എൻജോയിങ് ബെറ്റർ ദാൻ ഹിം. അയാളെക്കാട്ടി കൂടുതൽ, ആ ബിഷപ്പിനെക്കാട്ടി കൂടുതൽ വചനം പറയുന്ന ഈ സ്ത്രീയാണ്. ആണ് അനുഭവങ്ങളുടെ വെളിച്ചം. എല്ലാവരും ഷൈൻ ചെയ്യുന്നില്ലേ ദൈവത്തിന് വേണ്ടി നിന്ന്? കർത്താവ് ഒരാളിൽ നിന്ന് എടുത്തു മാറ്റുമോ? യു റിയലി co-dependent, interdependent and depending on God, it becomes a haven. ഒരു പരദീസയാക്കി ഇവിടെ മാറ്റാൻ നോക്കും. അത് രണ്ടുപേരും ഒരുപോലെ പ്രയത്നിക്കണം. ഇത് പാപത്തിൻ്റെ ഇഫക്റ്റ് മൂലം പാപം വന്നതിനാൽ ഇതൊന്നും ഒക്കാത്തപ്പം നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, ഞാൻ ഭാര്യയെ കുറ്റം പറയത്തില്ല, ഭർത്താവിനെ കുറ്റം. ഞാൻ എപ്പോഴും എനിക്കൊരു ഉപദേശം തരാനുള്ളത്, ഒരു കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അന്യോന്യം കുറ്റം പറയുന്നത് നിർത്തിയേച്ച് അല്പനേരം മൗനമായിട്ട് ദൈവത്തോട് എന്ന് പറയണം. നീ എനിക്കൊരു ടൈം കൊടുക്കണം ദൈവത്തിന്. അന്നേരം ചിലപ്പം ദൈവം അഡ്വൈസിന് ആളിനെ തന്നിരിക്കും. ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഒക്കെ റാഡിക്കലായിട്ട് ചില സ്ത്രീകളും അങ്ങോട്ട് തീരുമാനം എടുത്താൽ ഒരു കുതിരയ്ക്കില്ല ഈ കടിഞ്ഞാണില്ലാത്ത പോലെ പോകും. അതേപോലെ പുരുഷന്മാരും ചിലപ്പം ചെയ്യും. നേരെ വിപരീതമായ വഴി. ഇതൊന്നും അവരല്ല ചെയ്യുന്നത്. എന്താണ് ദുഷ്ടശക്തി കയറിയിട്ട് കുടുംബത്തെ ഇല്ലാതെ
ഇൻഇഫക്റ്റ് കുഞ്ഞുങ്ങൾ തന്നെ. അവർ പുറമേ അമ്മയുടെ സൈഡോ അപ്പൻ്റെ സൈഡോ ഒക്കെ നിൽക്കും. ബട്ട് ദേ ആർ ബീങ് റിപ്ഡ് അപ്പാർട്ട്. വലിച്ചു കയറുകയാണ് അവർ ചെയ്യുന്നത്. നാഥ കനിവ് തോന്നണമേ. അങ്ങനെ പ്രാർത്ഥിക്കുകയല്ല. അതെന്ത് ഓരോ കുടുംബത്തിലെയും പ്രശ്നം കാണും. ഞാൻ ചില ഭവനങ്ങളിലെ പ്രശ്നങ്ങൾ ഡിവോഴ്സൊന്നും അല്ല, പക്ഷേ ഭർത്താവിന് അങ്ങേറ്റത്തെ ദേഷ്യം വരുമ്പോഴത്തേക്ക് വീട്ടിൽ വന്ന് വഴക്കും ബഹളവും അടിയും ബഹളം. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴത്തെ ഭാരം. പിന്നെ ചിലയിടത്ത് ഭർത്താക്കന്മാർ ഒരു പോക്കങ്ങ് പോകും, പിന്നെ അനക്കമില്ല. ചിലയിടത്ത് ഭാര്യമാർ ജോലിക്കെന്നും പറഞ്ഞ് സ്ത്രീകൾ പിന്നെ എന്തെങ്കിലും ലെജിറ്റിമേറ്റ് റീസൺ പറഞ്ഞായിരിക്കും ജോലിക്കെന്നും പറഞ്ഞു പിന്നെ വീട്ടിലിരിക്കുന്നത്. ഇപ്പോഴത്തെ ജോലികൾ എങ്ങനെയല്ലേ? എനിക്കറിയാവുന്ന ഒരു ഫാമിലി, പുള്ളിക്കാരിയുടെ മോള് ടെക്നോ പാർക്ക് ജോലി ചെയ്യുകയാണ്. എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അയ്യോ എന്തൊരു പ്രയാസം, വീക്കെൻഡ് ആകുമ്പോൾ ഒരു കമ്പനിയുടെ പേരിൽ ഒരു പിന്നെ ടൂറിനങ്ങ് പോകും. ഇവളൊരിക്കലും വീട്ടിൽ കാണത്തില്ല, ഈ ഭർത്താവ് തന്നെ വീട്ടിൽ ഇരിക്കുക. ആൻഡ് ഐ സെഡ് വീൽ പ്രേ. അല്ല ഇപ്പം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ? പ്രാർത്ഥിച്ച് അവസാനം ദൈവം ആ ജോലി കളയിപ്പിച്ചു. നൗ ദേ ആർ ലിവിങ് ഹാപ്പിലി. ജോലി പോയതാണോ കുടുംബം നിർത്തിയതാണോ വലുതെന്ന് നമ്മൾ ചിന്തിക്കണം. എവറിത്തിങ് നമ്മൾ കോഓപ്പറേറ്റ് ചെയ്യേണ്ടേ ദൈവത്തോട്. ദൈവം ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ് എന്നാണ് പറയുന്നത്. മാലാഖി പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ചെന്ന് കൊള്ളണം. ഇതെന്തിനാ ദൈവം ദൈവത്തിന് ഡിവോഴ്സ് ഹേറ്റായിട്ടല്ല, അതുകൊണ്ട് വരുന്ന വിനകൾ, വേദനകൾ, മക്കളിൽ കൊണ്ടാകുന്ന തുടച്ചു മാറ്റാൻ വയ്യാത്തതായ ഇറിപ്പറബിളായിട്ടുള്ള ലോസ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്, അതൊക്കെ കാണുമ്പം പിതാവാം ദൈവവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ പറയുന്നുണ്ട് എങ്ങനെ ഇത് പരിഹരിക്കണം. ഒരു വ്യക്തി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, ഞാൻ 5-8 വർഷമായിട്ട് ഭർത്താവും ഭാര്യയും മിണ്ടാത്ത ആ മകള്, ഞാൻ ചില സ്ത്രീകളെ സമ്മതിക്കുന്നുണ്ട്, അവർ ഭർത്താവ് താമസിക്കുന്നതിൻ്റെ അടുത്തൊരു വീടെടുത്ത് താമസിച്ചിട്ട് ഭർത്താവ് പോകുന്നതും വരുന്നതും നോക്കി കണ്ടുകൊണ്ടിരിക്കുക, ഒരക്ഷരം മിണ്ടത്തില്ല. ലാസ്റ്റിൽ അവിടെ ഇവിടെ എല്ലാം പ്രാർത്ഥിച്ചാൽ മതി. ലാസ്റ്റ് നമ്മൾ ആത്മാവിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പലരും പ്രാർത്ഥിച്ചു, ഞാൻ തന്നെയല്ല, ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ്. പിറ്റേ ദിവസം അവരെ വിളിക്കുമ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ പോകുന്നത്. ഒരു പെൺകുട്ടിയുണ്ട് 10-11 വയസ്സുള്ള. 11 വയസ്സുള്ളൊരു പെൺകുട്ടിയെ വല്ലവരെ ഏൽപ്പിക്കാൻ നോക്കും. സംഭവിച്ചതെന്ത്? ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവ് പറഞ്ഞു, തുണി എടുത്തുകൊണ്ട് പോകാം, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. വേറൊന്നും പറഞ്ഞില്ല. ആൻഡ് ദേ ആർ ലിവിങ് ഹാപ്പിലി. ഗോഡ് ക്യാൻ ചേഞ്ച്. സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ആട്ടെ, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് കൊണ്ടുവന്ന സംഗതികൾ മാറും. ആദത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അവ്വായുടെ പുറത്ത് നിൽക്കുന്ന ആദവും രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് കുടുംബം അനുഗ്രഹമാകുന്നത്. അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ദൈവം തന്നിരിക്കുന്നത്. അത് നമ്മൾ കുറ്റം പറഞ്ഞ് അവരെ അപമാനിക്കാതെ, അവരെ ഡീഗ്രേഡ് ചെയ്യാതെ അന്യോന്യം ബലപ്പെടുത്താം. കുടുംബം അനുഗ്രഹമായിട്ട്. നാഥ, കുടുംബജീവിതം നീ ഉണ്ടാക്കിയതാണ്, ഇത്ര മനോഹരമായിട്ട് നീ ചെയ്തു തന്നു. ഇത്ര വിശുദ്ധമായ ഒരു പോഷൻ നീ ചെയ്യുമ്പോൾ എങ്ങനെ ഞങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി എങ്ങനെ ഈ കുഴി ചെന്ന് വീഴുന്നു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ കർത്താവേ. തലമുറകൾ എങ്ങനെ ഈ കുഴി ചെന്ന് വീണു പോകുന്നു. എത്ര വടം വലിക്കുന്ന പോലെ പ്രാർത്ഥിച്ചിട്ടും വചനമയച്ച് പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ജഡം ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. നാഥൻ ഇറങ്ങി വരാതെ ഒരു രക്ഷയില്ല. ഒരാളെങ്കിലും ആത്മാവിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം അന്നന്ന് തരാനും കൊടുക്കും. അല്പാൽപമെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് തരണം കർത്താവേ. എന്താന്നേലും നീ കുടുംബജീവിതത്തിൽ ഈ ഭാര്യ ഭർത്താവിനെ അടുക്ക നിർത്തി നീ ഒരു ഉടമ്പടി എടുപ്പിച്ചപ്പം അപ്പച്ചൻ മാറാതെ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മഹത്വം കാണിക്കുക. വ്യക്തികളെ കുറ്റം പറയാതെ അവരിലുള്ള ബലഹീനത കൊണ്ടുവന്ന് നാശം പിടിച്ച പിശാചിനെ അടിച്ചു മാറ്റി കുഞ്ഞുങ്ങളെ തുടച്ച് കഴുകി ചുളുക്കം കർത്താവെ പാപപരമായ ചിന്തകളൊക്കെ എടുത്ത് കഴുകിക്കളഞ്ഞ് ശുദ്ധരാക്കി കൊണ്ടുപോവുക. ശുദ്ധിയാക്കാൻ മനസ്സ് കൊടുക്കുക അവർക്ക്. എന്നിട്ട് റിപ്പൻറ്റൻസ്, പഴയ ജീവിതത്തിൽ നിന്നും വഴിവിട്ട ജീവിതം തിരിച്ചു കൊണ്ടുവരണേ. നാഥൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ പൈൻ പൊന്നുകൊണ്ടവരെ സൂക്ഷിക്കണം. അടുത്ത തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യണമേ. കൃപ കൊണ്ട് പൊതിയണം. വേലിക്കകത്ത് നിർത്തണമേ. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.